ഹായ്, ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഫോർ മീ. സോളോ ട്രിപ്പ് പോവാണ്. ഇറ്റ്സ് നോട്ട് എ ട്രിപ്പ് ആക്ച്വലി, ഒരു ഒഫീഷ്യൽ കോൺഫറൻസ് ആണ്. എൻ്റെ അറ്റയർ ഇതാണ്. UK വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയി ഞാൻ വർക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഓഫീസിലെ കൊളീഗ്സിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോണത്. ഒരു ഒഫീഷ്യൽ ഗെറ്റ് ടുഗെദറാണ്, ഒരു കോൺഫറൻസ് ആണ്. ഓൾമോസ്റ്റ് 3 hours ജേർണി ഉണ്ട് എനിക്ക് ഇവിടുന്ന്. 3 hours 17 minutes ഉണ്ട് ജേർണി. ഇപ്പോൾ 7 മണിയാവുന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് വേഗം ട്രെയിൻ പിടിച്ച് വേണം പോകുമ്പോൾ. അത്യാവശ്യം നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ലൈക്ക് ട്രെയിൻ, അണ്ടർഗ്രൗണ്ട്, ഓവർഗ്രൗണ്ട് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഈസ് ആക്ച്വലി ഇപ്പോൾ 1 year ആയി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. ഒരു ബ്രിട്ടീഷ് കമ്പനിയിലാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട്, നമ്മൾ ഓഫീസിൽ പോകുന്നില്ലാത്തത് കൊണ്ട് കൊളീഗ്സിനെ ഒന്നും അങ്ങനെ മീറ്റ് ചെയ്യാറില്ല. അപ്പോൾ കോൾസ് ഉണ്ടാവും, അതിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതല്ലാതെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ കമ്പനിയിൽ, എൻ്റെ ടീമിൽ ഒരു ഇന്ത്യനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ആൻഡ് ഒരു ലേഡിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ജെൻസാണ് ആൻഡ് ബ്രിറ്റ്സാണ്, ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ചളിപ്പൊക്കെ ഉണ്ട്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല. ബിക്കോസ് ഫസ്റ്റ് ടൈമാണല്ലോ ഇത്. അപ്പോൾ എനിക്ക് 7:15 ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നുള്ള ട്രെയിന്. അപ്പോൾ അത് ക്യാച്ച് ചെയ്തിട്ട് വേണം ലണ്ടൻ കടന്നിട്ട് പോകണം. ലണ്ടനിൽ നിന്ന് ബർമിംഗ്ഹാമിലേക്കാണ് പോകേണ്ടത്. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയാണ്. ഓടിപ്പിടിച്ച് സ്റ്റേഷനിലെത്തി. ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ. കാണുന്നത് 7:14 ബെഡ്ഫോർഡ് മായ ലണ്ടൻ ബ്രിഡ്ജ്. ഇതിനാണ് എനിക്ക് പോകേണ്ടത്. ഡിലേഡ് ആണെന്ന് കാണിക്കുന്നു. ഗൈസ്, ഞാൻ ഓടിപ്പിടിച്ച് വന്നിട്ട് എൻ്റെ ട്രെയിൻ ഡിലേഡ് ആയിപ്പോയി. 7:14 പോകേണ്ട ട്രെയിൻ ഈസ് ആക്ച്വലി ഇപ്പോൾ 7:24 എന്തായാലും കുഴപ്പമില്ല, അതാണേലും മതി. ആ സമയത്ത് പോലും മതിയും തോന്നുന്നു. നമുക്കറിയില്ല. എനിക്ക് ഇനി അവിടെ ചെന്നിട്ട് അണ്ടർഗ്രൗണ്ട് ട്യൂബ് സ്റ്റേഷനിലൊക്കെ പോകാനുണ്ട്. അങ്ങനെ വേണം ബർമിംഗ്ഹാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലണ്ടനിൽ ചെന്നിറങ്ങി അണ്ടർഗ്രൗണ്ട് പിടിച്ച് പിന്നെ അവിടെ നിന്ന് ബുള്ളറ്റ് ട്രെയിൻ ടു ബർമിംഗ്ഹാം. 8:30 അത് സ്റ്റാർട്ട് ചെയ്യും. 8:38 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് അത് കറക്റ്റ് സമയത്ത് ചെല്ലാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം. 7:29 ആയപ്പോഴേക്കും ട്രെയിൻ വന്നു. നല്ല റഷായിരുന്നു. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കകത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. വേഗം ട്രെയിൻ വന്നു, ചാടി കയറി. അറൗണ്ട് 8:12 ആയപ്പോൾ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിലെത്തി. ഇപ്പോൾ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിലെത്തി. നല്ല റഷുണ്ട്. ഇനി അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ അണ്ടർഗ്രൗണ്ട് ട്രെയിനിൽ തന്നെയാണ് പോകുന്നത്. സ്റ്റേഷനിൽ ടിക്കറ്റ് ബാരിയേഴ്സ് വെച്ചിട്ടുണ്ടാവും. നമ്മളുടെ ടിക്കറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് അത് അൺലോക്ക് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. മെയിൻ സ്റ്റേഷനിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലേക്കുള്ള വേ ആണിത്. ഇടയ്ക്ക് എനിക്കൊരു കോഫി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അതിനുള്ള ടൈമില്ല. വേഗം തന്നെ ട്രെയിൻ എടുക്കണം. 8:40 ബുള്ളറ്റ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ബർമിംഗ്ഹാം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് എനിക്ക് പിടിക്കണം.
സോ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലോട്ട് വേഗം പോട്ടെ. കൊണ്ടത് നോർത്തേൺ സർക്കിളിലേക്കാണ്. ഹ്യൂസ്റ്റണിലേക്കാണ്. അപ്പൊ എനിക്ക് ഈ സൈഡിലേക്ക് പോകണം. ട്യൂബിനകത്ത് ഇതേപോലെ മാപ്സ് ഉണ്ടാകും. എല്ലാ ഇൻഫർമേഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. റൂട്ട്, സ്റ്റോപ്സ്, ഇറങ്ങേണ്ട സ്റ്റോപ്സ് ആൻഡ് കറൻ്റ്ലി ഉള്ള സ്റ്റോപ്പ്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തനിച്ച് പോകുമ്പോഴത്തേക്കും ഇതുപോലുള്ള മാപ്സ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. 8:15 സ്റ്റാർട്ട് ചെയ്ത ട്യൂബ് അറൗണ്ട് 8:34 ആയപ്പോൾ ഹ്യൂസ്റ്റൺ സ്റ്റേഷനിലെത്തി. എനിക്ക് അവിടുന്ന് വേഗം മെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ട് വേണം ബുള്ളറ്റ് ട്രെയിൻ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാക്ട്ലി 8:38 തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വളരെ ഷാർപ്പായിട്ട് 8:36 ആയപ്പോൾ ട്രെയിനിൽ ചാടി കയറി. 8:38 ആയപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ട്രെയിനിൻ്റെ ഉൾവശത്ത് 2 സൈഡിലും സീറ്റ് നമ്പറും കോച്ച് നമ്പറും ഉണ്ടാവും. അപ്പോൾ എൻ്റെ കോച്ച് F ആണ്, സീറ്റ് നമ്പർ 52. ഞാനത് തപ്പി നടക്കുകയാണ്. അവസാനം കണ്ടുപിടിച്ചു. രാവിലെ തൊട്ടുള്ള മാരത്തൺ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് കോഫിയുടെ കാര്യം വീണ്ടും ഓർത്തത്. കോഫി കുടിക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ കോഫി സി കോച്ചിലുണ്ടെന്ന് അവർ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ സി കോച്ചിലേക്ക് നടക്കും. No thanks. You've got sugars behind you, just say if you need them. Oh, thank you. Yeah, sure. Thank you. If you're a first-time traveller or you're not familiar travelling on an Atlantic West Coast service, then just ask you familiarise yourself with the safety notices that you can found on posters throughout the train. And just to highlight. ഞാൻ കോഫി മേടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കിട്ടും. ഇതൊരു നാഷണൽ ട്രെയിൻ സർവീസാണ്. അവാന്തി വെസ്റ്റ് കോസ്റ്റ് ട്രെയിനാണ്. അപ്പോൾ ഇത് സ്കോട്ട്ലൻഡ് വരെ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അതിനാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഞാൻ ബർമിംഗ്ഹാമിൽ ഇറങ്ങും. അപ്പോൾ ഞാൻ കോഫി കുടിക്കട്ടെ. ഞാൻ സീറ്റ് ചേഞ്ച് ചെയ്തിരുന്നു. സീറ്റ് റിസർവ്ഡ് ആയിരുന്നു, പക്ഷെ ഞാൻ സീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വെയില്, മുഖത്തേക്ക് ഇങ്ങനെ വെയിലടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സീറ്റ് ചേഞ്ച് ചെയ്തിരുന്നു. ഏതായാലും ഇനി 2 hours ജേർണി ഉണ്ട്. അപ്പം അത് കോഫിയെ കുടിച്ച് കുറച്ച് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു.
അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. കൂടുതലും സെഷൻസ് ആയിരിക്കും, കോൺഫറൻസ് അല്ലേ, ഇപ്പം കൂടുതൽ സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക, പ്രസൻറ്റേഷൻസ് ഉണ്ടാവും, പിന്നെ ലഞ്ച് ഉണ്ടാവും, ടീം ആക്ടിവിറ്റീസ് ഉണ്ടാവും. എന്തായാലും എല്ലാവരും കാണാൻ പറ്റുന്നതിനുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ 1 year ആയിട്ട് ഞങ്ങൾ എല്ലാവരും കോൾസ് വഴി മീറ്റിംഗ്സിലൊക്കെയാണ്, ടീംസ് വഴിയുള്ള ചാനലൊക്കെയാണ് കൂടുതലും കാണാറുള്ളത്, വീഡിയോ കോൾസ് വഴിയൊക്കെ. അല്ലാതെ നേരിട്ട് അങ്ങനെ കാണാറില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമോ ആണ് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ എൻ്റെ ടീമിലാണ് ഞാൻ മാത്രം ഒരു ലേഡി ആയിട്ടുള്ളത്. ബാക്കി ഇത് എൻ്റെ ടീമിൻ്റെ മാത്രം കോൺഫറൻസ് അല്ല, ഓഫീസിലെ എല്ലാ എംപ്ലോയീസും ഉണ്ടാവും, ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാവും. അപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ലേഡീസ് ഉണ്ട്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, എൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ ആയിട്ടും പിന്നെ ഒരു ലേഡി ആയിട്ടും. ബാക്കി എല്ലാവരും ബ്രിട്ടീഷുകാർ തന്നെയാണ്. പിന്നെ ഇതിനകത്തുള്ള വീഡിയോ കാരണം ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് ഇരിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. ഇതിനകത്ത് ഉള്ള വീഡിയോസ് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നില്ല, പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാം. അങ്ങനെ ആക്ച്വലി നമ്മൾ ബർമിംഗ്ഹാമിലെത്തി, ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ഞാൻ പതുക്കെ കമ്പനിയുടെ ടാഗൊക്കെ എടുത്തിട്ടു. ഇനി ലിയനാർഡോ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് കോൺഫറൻസ് നടക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് പോകണം. അപ്പൊ ഇവിടുന്ന് ഒന്നെങ്കിൽ നടക്കാം, 16 minutes ഉണ്ട്, അതല്ലെങ്കിൽ ബസ്സിന് പോകണം. ബസ്സിനാണെങ്കിൽ ഒരു 9 minutes കൊണ്ട് എത്തും. എൻ്റെ കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10:30 ഇപ്പൊ 10 o'clock ആയി. ഏതായാലും കറക്റ്റ് സമയത്തിന് തന്നെ എത്താൻ പറ്റി. അപ്പൊ എനിക്കിനി ഇവിടുന്ന് ബസ് സ്റ്റേഷൻ കണ്ടുപിടിക്കണം. ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ്സിൽ ന്യൂ സ്ട്രീറ്റിൽ എത്തണം, ലിയനാർഡോ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ എത്തണം. ബസ് സ്റ്റേഷൻ നോക്കി വന്നതാണ്. ഇപ്പൊ ട്രാമിന് വേണം പോകാൻ വേണ്ടിയിട്ട്. ട്രാം എന്ന് പറയുന്നത് നമ്മുടെ റോഡിൽ കൂടെ പോകുന്ന ട്രെയിനാണ്. അനൗൺസ്മെന്റ് വന്നു. എനിക്ക് ഇവിടുന്ന് 2 സ്റ്റോപ്പ് മതി. ഇപ്പൊ ട്രാമിൽ കയറിയിട്ട് 2 സ്റ്റോപ്പ് കഴിയുമ്പോഴത്തേക്കും ഇറങ്ങാം. എൻ്റെ ലിയനാർഡോ ഇന്റർനാഷണൽ ഹോട്ടലിൽ എത്തും. അപ്പോ ട്രാം വരട്ടെ. ട്രാമിൽ കയറി ഇനി 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഹോട്ടലിലെത്തും. അപ്പോൾ ഞാൻ സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവിടെ തൊട്ടായി കാണുന്നത് തന്നെയാണ് എൻ്റെ. അങ്ങനെ എൻ്റെ ട്രാവലിൻ്റെ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളായി. കോൺഫറൻസ് തുടങ്ങുന്നതിന് ഒരു 15 minutes മുന്നേ എനിക്കവിടെ എത്താൻ പറ്റി. കോൺഫറൻസ് നടക്കുന്ന വീഡിയോസോ അല്ലെങ്കിൽ കൊളീഗ്സുമായിട്ടുള്ള മീറ്റപ്പോ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ഇത് കംപ്ലീറ്റ്ലി ഒഫീഷ്യലാണ്. അപ്പോൾ അതൊന്നും എത്തിക്കൽ അല്ലാത്തത് കൊണ്ട് ഞാനതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ കാണാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കോൺഫറൻസ് എല്ലാം കഴിഞ്ഞു. ഞാൻ തിരിച്ച് സ്റ്റേഷനിലെത്തി. ബർമിംഗ്ഹാമിലുള്ള സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി തിരിച്ച് പോകാൻ എനിക്ക് 4 മണിക്കാണ് ട്രെയിന്. ഇതേപോലെ തന്നെ വന്ന പോലെ തന്നെ തിരിച്ചിനി 12 ട്രെയിൻ പിടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കോൺഫറൻസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല. നമ്മളൊരു ബിഗിനർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഈ കൺട്രിയിൽ ന്യൂ ആയിരുന്നെങ്കിൽ പോലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഹോട്ടലിനകത്തുള്ള കോൺഫറൻസ് റൂമിലുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഒഫീഷ്യലാണല്ലോ, അപ്പോൾ എനിക്കതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കൊളീഗ്സിനെ എല്ലാം കണ്ടു. ടൈം ഫ്രെയിമിനകത്ത് എല്ലാ പരിപാടികളും അതേപോലെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് പല പല സ്ഥലത്തു നിന്ന് വന്നവരാണ്, ഒത്തിരി ദൂരെ നിന്നൊക്കെ വന്നവരാണ്. എന്നെ പോലെ തന്നെ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പിരിഞ്ഞു പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഹായ് ബായ് ഒക്കെ പറഞ്ഞു. എനിവേ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എല്ലാവരും കാണാൻ പറ്റിയത്. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചു പോവുകയാണ്. എനിക്ക് 4 മണിക്കാണ് അടുത്ത ട്രെയിൻ ഉള്ളത്.
ഇപ്പം വന്ന റൂട്ടിൽ ഞാൻ വന്നത് ലണ്ടൻ ബ്രിഡ്ജ് കൂടിയാണ്, പക്ഷെ ലണ്ടൻ ബ്രിഡ്ജ് കൂടിയല്ല തിരിച്ചു പോകുന്നത്, വേറൊരു റൂട്ടാണ്. അപ്പം ഇതെനിക്ക് 2 ട്രെയിൻ കയറിയാൽ മതി. നേരത്തെ 3 ട്രെയിൻ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ ഇതിപ്പോൾ 2 ട്രെയിൻ കയറിയാൽ മതി തിരിച്ചു പോകുമ്പോൾ. 4 മണിക്കാണ്. അപ്പോൾ എനിക്കിനി പ്ലാറ്റ്ഫോം എല്ലാം നോക്കി വെക്കണം. അതിന് മുന്നേ ഒരു ചായ കുടിക്കണം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർബക്സ് കണ്ടു, ഞാൻ അവിടെ കയറി ഒരു ചായ മേടിക്കും. ആയപ്പോഴേക്കും എൻ്റെ ട്രെയിൻ വന്നു. ഞാൻ അതിൽ കയറി അറൗണ്ട് 3 hours ട്രാവൽ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചെത്തി. ഡിയേഴ്സ്, അപ്പോൾ രാവിലെ 7 മണിക്ക് പോയ ഞാൻ തിരിച്ച് വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞു, 7:15. ഭയങ്കര സൺലൈറ്റ് ആണ് ഇവിടെ. ഇപ്പോൾ നൈറ്റ് ആകുന്നത്, ഇരുട്ടാവുന്നത് 9:30 കഴിയുമ്പോൾ ഇരുട്ടാവുള്ളൂ. അപ്പോൾ 7 മണിക്ക് പോയിട്ട് ഞാനിപ്പോൾ തിരിച്ച് 7:15 തിരിച്ചെൻ്റെ വീടിനടുത്ത് എത്താറായി. തിരിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഞാൻ പോയ പോലെ തന്നെയൊക്കെ ട്രെയിനും നാഷണൽ സർവീസും ഒക്കെ എടുത്തിട്ട് തന്നെയാണ് പോയത്. അണ്ടർഗ്രൗണ്ട് ഇല്ലായിരുന്നു. ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഫുള്ള് റെയിൽ സർവീസ് തന്നെയായിരുന്നു. പിന്നെ അപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട് തനിച്ച് പോയൊരു യാത്രയാണ്. ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.